ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ആനുവൽ എക്സാമിൻ്റെ ലൈബ്രറിയിലുണ്ടായ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്കത് നോക്കാം. ആക്ടിവിറ്റി 1, ഒബ്സർവ് ദ പിക്ചർ. ചിത്രം നിരീക്ഷിക്കുക. വിച്ച് ഡിവൈസ് ഈസ് ഡിപക്റ്റഡ് ഇൻ ദ പിക്ചർ? ഈ ഉപകരണം ഏതാണ് മക്കളെ? ഏതായിരിക്കും? സോളാർ പാനൽ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫോം ഓഫ് എനർജി ഈസ് യൂസ്ഡ് ഇൻ ദിസ്? ഇതിൽ ഉപയോഗിക്കുന്ന ഊർജം ഏതായിരിക്കും മക്കളെ? സോളാർ എനർജി അല്ലേ, സൗരോർജം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 3 അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ദിസ് ടൈപ്പ് ഓഫ് ഡിവൈസസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത്തരം ഉപകരണങ്ങൾ പരമാവധി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള 3 നേട്ടങ്ങൾ എഴുതുക. അപ്പോൾ എന്തെല്ലാമായിരിക്കും നേട്ടങ്ങൾ? ഇറ്റ് ഈസ് ഇൻഅക്സസിബിൾ എന്ന് വെച്ചാൽ എന്താ? എത്ര ഉപയോഗിച്ചാലും തീരുന്നില്ല അല്ലേ? അടുത്തത്, ഡസ് നോട്ട് കോസ് പൊല്യൂഷൻ, മലിനീകരണം ഉണ്ടാകുന്നില്ല. അടുത്തത്, ഇറ്റ് ക്യാൻ യൂസ് ഇൻ റിമോട്ട് ഏരിയാസ്, വൈദ്യുതി എത്താത്ത സ്ഥലങ്ങളിൽ ഉപയോഗിക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 2, ക്ലാസിഫൈ ദ ഗിവൺ എനർജി സോഴ്സസ് ഇൻടു റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ചുവടെ കൊടുത്തിരിക്കുന്ന ഊർജ സ്രോതസ്സുകളെ പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകളെന്നും പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളെന്നും രണ്ടായി തരംതിരിക്കാം. എ വിൻഡ്, ബി പെട്രോൾ, സി LPG, ഡി സൺ, ഇ വേവ്, എഫ് കെറോസിൻ. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ആൻസർ മക്കളെ? നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് പെട്രോൾ, LPG, കെറോസിൻ. അടുത്തത്, റിന്യൂവബിൾ എനർജി സോഴ്സസ് വിൻഡ്, വേവ്, സൺ. Next question, the use of which energy source, the renewable or non-renewable, is better for the future? Why? എന്താ പറഞ്ഞിരിക്കുന്നത്? പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ ഉപയോഗിക്കുന്നതാണോ പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ ഉപയോഗിക്കുന്നതാണോ ഭാവിക്ക് നല്ലത്? എന്തുകൊണ്ട്? അപ്പോൾ എന്തായിരിക്കും മക്കളെ? It is better to use the renewable energy sources because they do not get depleted due to consumption. പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അവ ഉപയോഗിച്ചാലും തീരുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 മെത്തേഡ്സ് ദാറ്റ് ക്യാൻ ബി അഡോപ്റ്റഡ് ബൈ യു ഫോർ എനർജി കൺസർവേഷൻ. ഊർജ സംരക്ഷണത്തിന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും 2 കാര്യങ്ങൾ എഴുതുക. അപ്പോൾ എന്തെല്ലായിരിക്കും? ഡോണ്ട് വേസ്റ്റ് എനർജി, യൂസ് ഓൺലി എനർജി എഫിഷ്യൻറ്റ് ആപ്ലിക്കൻസ്. ഊർജം പാഴാക്കി കളയാതിരിക്കുക, ഇന്ധനക്ഷമതയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക. കംപ്ലീറ്റ് ദ പിക്ചറൈസേഷൻ, ചിത്രീകരണം പൂർത്തിയാക്കുക. സെൻസറി ഓർഗൻസ്, ജ്ഞാനേന്ദ്രിയങ്ങൾ. ഫസ്റ്റ് എ, അവിടെ വിഷൻ ഉണ്ട്. അവിടെ എ എന്നുള്ളിടത്ത് എന്താ വരിക? വിഷൻ എന്ന് വെച്ചാൽ കാഴ്ച. അപ്പം അവിടെ എന്താ വരിക? ഐ. നെക്സ്റ്റ് ബി, ഇയർ, ചെവി അല്ലേ? അപ്പം അവിടെ എന്താ വരിക? ഹിയറിങ്. അടുത്തത് സ്മെല്ല്, ഗന്ധം. സി, അവിടെ എന്താ വരിക? മൂക്കല്ലേ, നോസ്. പിന്നെ ടങ്, നാക്ക്. അവിടെ എന്ത് വരുക? ടേസ്റ്റ്. അടുത്തത് ടച്ച്, സ്പർശം. അവിടെ എന്താ വരുക? സ്കിൻ അല്ലേ? അടുത്തത് ആക്ടിവിറ്റി 4, സയൻസ് ക്ലബ് കണ്ടക്റ്റഡ് എ പ്രോഗ്രാം നെയിം വിത്ത് എ ഡോക്ടർ. ദ ഇവന്റ് ഡിസ്കസ് അബൌട്ട് ഐ ഡിസീസ് ആൻഡ് ഹൗ ടു പ്രൊട്ടക്ട് ദ ഇയേഴ്സ്. ശാസ്ത്ര ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഡോക്ടറോടൊപ്പം എന്ന പരിപാടിയിൽ വിവിധ നേത്രരോഗങ്ങളെക്കുറിച്ചും ചെവി സംരക്ഷണം എങ്ങനെയെന്നും ഉള്ള ചർച്ച നടന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ നെയിം ആൻഡ് സിംറ്റംസ് ഓഫ് എനി ഡിസീസ് ദാറ്റ് എഫക്ട് ദ ഐസ്. കണ്ണിനെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു രോഗത്തിൻ്റെ പേരും 2 ലക്ഷണങ്ങളും എഴുതുക. അപ്പോൾ എന്തായിരിക്കും മക്കളെ? കൺജക്റ്റിവിറ്റീസ് അല്ലേ? ചെങ്കണ്ണ്, അതിൻ്റെ ലക്ഷണങ്ങൾ. സിംറ്റംസ്, പെയിൻ ഇൻ ദ ഐ, കണ്ണിന് വേദന. അടുത്തത് റെഡ്നെസ്, കണ്ണിന് ചുവപ്പ്. അടുത്തത് ഇച്ചിങ് ആൻഡ് ഡിസ്ചാർജ്, കണ്ണിന് ചൊറിച്ചൽ, പുകച്ചൽ. അടുത്തത് ബേണിംഗ് സെൻസേഷൻ, സെൻസിറ്റിവിറ്റി ടു ലൈറ്റ്, ഡ്രിഫ്റ്റി ഫീലിംഗ് ഇൻ ദ ഐ, എക്സസ് ടിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ തിങ്സ് വി നീഡ് ടു ടേക്കൻ കെയർ ഓഫ് ടു പ്രൊട്ടക്ട് ദ ഇയേഴ്സ്? എന്താ പറഞ്ഞിരിക്കുന്നത്? ചെവിയുടെ സംരക്ഷണത്തിന് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമായിരിക്കും മക്കളെ? ഡു നോട്ട് pour water or other liquids into the ear. ചെവിയിൽ വെള്ളമോ എണ്ണയോ മറ്റ് ദ്രാവകങ്ങളോ ഒഴിക്കരുത്. അടുത്തത്, ഡു നോട്ട് പുട്ട് അതർ മെറ്റീരിയൽസ് ഇൻ ടു ദ ഇയർ.
ചെവിക്കുള്ളിൽ അന്യവസ്തുക്കൾ കടത്തരുത്. അടുത്തത് ഡു നോട്ട് ലിസൺ ടു ലൗഡ് സൗണ്ട് കണ്ടിന്യൂസ്ലി. വലിയ ശബ്ദം തുടർച്ചയായി കേൾക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് ദ ഇയർ റിസീവ് സൗണ്ട്സ് ആൻഡ് ഡയറക്റ്റ് ഇറ്റ് ഇൻ ടു ദ ഇയർ? ശബ്ദത്തെ സ്വീകരിച്ച് ചെവിക്കുള്ളിലേക്ക് കടത്തിവിടുന്ന ചെവിയുടെ ഭാഗം ഏതായിരിക്കും മക്കളെ? പിന്ന, ചെവിക്കൂട. നെക്സ്റ്റ് ആക്ടിവിറ്റി 5. The stages of growth of different creatures are given below. വിവിധ ജീവികളുടെ വളർച്ചാഘട്ടങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. എഗ്, റിങ്കിൾ, മോസ്കിറ്റോ, പ്യൂപ്പ, ലാർവ, ടാഡ്പോൾ, ബട്ടർഫ്ലൈ, ഡൂഡിൽ ബഗ്. മുട്ട, കൂത്താടി, കൊതുക്, പ്യൂപ്പ, ലാർവ, കുഴിയാന, ചിത്രശലഭം, വാൽമാക്രി. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Name the creature whose stage of growth are completely given. Write their growth stages in the proper order. ഏതെല്ലാം ജീവികളുടെ വളർച്ചാഘട്ടങ്ങളാണ് പട്ടികയിൽ പൂർണ്ണമായി നൽകിയിട്ടുള്ളത്? അവയുടെ വളർച്ചാഘട്ടങ്ങൾ ക്രമപ്പെടുത്തി എഴുതുക. പൂമ്പാറ്റയുടെയും കൊതുകിൻ്റെയാണ് പൂർണ്ണമായിട്ട് കൊടുത്തത്. നമുക്കത് നോക്കാം. ബട്ടർഫ്ലൈ, എഗ്, ലാർവ, പ്യൂപ്പ, ബട്ടർഫ്ലൈ. ചിത്രശലഭം, മുട്ട, ലാർവ, പ്യൂപ്പ, ചിത്രശലഭം. അടുത്തത് മോസ്കിറ്റോ, എഗ്, റിങ്കിൾ, മോസ്കിറ്റോ. കൊതുക്, മുട്ട, കൂത്താടി, കൊതുക്. നെക്സ്റ്റ്, ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ ലാർവ ഓഫ് ദ ക്രിയേച്ചേഴ്സ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള ജീവികളുടെ ലാർവകളെ കണ്ടെത്തി എഴുതുക. അപ്പോൾ ഫസ്റ്റ് ഫിഗർ ഏതാ? ഫ്രോഗ് അല്ലേ, തവള. ഇതിൻ്റെ ടാഡ്പോള്. ഫിഗർ ബി, കോക്രോച്ച്, നിംഫ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ പ്രോസസ് ദാറ്റ് ഹാപ്പൻ ടു ദ ക്രിയേച്ചേഴ്സ് ഇൻ ദിസ് മാനർ. ഇത്തരത്തിൽ ജീവികൾക്കുണ്ടാകുന്ന മാറ്റത്തിന് പറയുന്ന പേരെന്താ? എന്താ മക്കളെ? മെറ്റാമോർഫോസിസ് അല്ലേ, രൂപാന്തരണം. നെക്സ്റ്റ് ആക്ടിവിറ്റി 6. എക്സാമിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സം ഓർഗാനിസ് ഡു ബൈ രമ ആൻഡ് സുമ ഗിവൺ ബിലോ. രമ, സുമ എന്നിവർ ചില ജീവികളെ തരംതിരിച്ച് നോക്കൂ. ഫസ്റ്റ് രമ, റെപ്റ്റൈൽസ്, ഉരഗങ്ങൾ. ആംഫിബിയൻ, ഉഭയജീവികൾ. ഉരഗങ്ങൾ പാമ്പ്, മുതല, പല്ലി. ആംഫിബിയൻസ് ഫ്രോഗ്, സലാമൻഡർ, ടോട്ടറൈസ്. അടുത്തത് സുമ, ഉരഗങ്ങൾ സ്കിങ്ക്, സ്നേക്ക്, അലിഗേറ്റർ. നെക്സ്റ്റ് ആംഫിബിയൻസ് ഫ്രോഗ്, സിസിലിയൻ, സലാമൻഡർ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഈസ് ദർ എനി മിസ്റ്റേക്ക് ഇൻ ദ ക്ലാസിഫിക്കേഷൻ ഡൺ ടു രമ ആൻഡ് സുമ? രമ, സുമ എന്നിവരിൽ ആരെങ്കിലും തരംതിരിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഉണ്ടെങ്കിൽ എത്ര? The inclusion of tortoise in the group of amphibians by Rama is wrong. രമ ഉഭയജീവികളിൽ ആമയെ ചേർത്തത് തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് ഇറ്റ് പോസിബിൾ ടു ഇൻക്ലൂഡ് എർത്ത് വോം ഇൻ ദ ഗ്രൂപ്പ് ഓഫ് റെപ്റ്റൈൽസ്? വൈ? മണ്ണിരയെ ഉരഗങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കാൻ പറ്റുമോ? എന്തുകൊണ്ട്? നോട്ട് പോസിബിൾ, പറ്റില്ല അല്ലേ? കാരണം though earthworms moves about by crawling, it has no dry skin and scales, which are the characteristics of reptile. It has only wet skin. കാരണം ഇഴഞ്ഞാണ് സഞ്ചരിക്കുന്നതെങ്കിലും ഉരഗങ്ങളുടെ ലക്ഷണങ്ങളായ വരണ്ട തൊലി, ശൽക്കങ്ങൾ എന്നിവ മണ്ണിരയ്ക്കില്ല. പകരം നനവുള്ള തൊലികളാണുള്ളത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 7. ഐഡന്റിഫൈ ദ ഫോളോയിങ് കൺസ്റ്റലേഷൻ ആൻഡ് റൈറ്റ് ദെയർ നെയിംസ്. നക്ഷത്രഗണങ്ങളുടെ രേഖാചിത്രം കൊടുത്തിരിക്കുന്നത് നോക്കൂ. അവയുടെ പേരുകൾ എഴുതൂ. ഫസ്റ്റ് എന്തായിരിക്കും മക്കളെ? ഒന്നാമത്തെ ഓറിയോൺ, രണ്ടാമത്തെ ബിഗ് ഡിപ്പർ, മൂന്നാമത്തെ സ്കോർപ്പിയസ്. നെക്സ്റ്റ്, ചൂസ് ദ റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ഹെൽപ്ഫുൾ ഫോർ സ്റ്റാർ വാച്ച്. നക്ഷത്ര നിരീക്ഷണത്തിന് സഹായകമാകുന്ന പ്രസ്താവനകൾ മാത്രം തിരഞ്ഞെടുത്ത് എഴുതുക. ഫസ്റ്റ്, യൂസ് എ സ്റ്റാർ മാപ്പ്. നക്ഷത്ര മാപ്പ് ഉപയോഗപ്പെടുത്തണം. നെക്സ്റ്റ്, ചൂസസ് എ ബ്രൈറ്റ് മൂൺലൈറ്റ് നൈറ്റ് ഫോർ സ്റ്റാർ വാച്ചിങ്. നിലാവുള്ള തെളിഞ്ഞ ആകാശം നക്ഷത്ര നിരീക്ഷണത്തിന് തിരഞ്ഞെടുക്കുന്നു. നെക്സ്റ്റ്, ഇലക്ട്രിക് ലൈറ്റ് ഇൻ ദ സറൗണ്ടിങ്സ് ഹെൽപ്പ് നൈറ്റ് സ്കൈ വാച്ചിങ്. ചുറ്റുമുള്ള വൈദ്യുത വിളക്കുകളുടെ പ്രകാശം ആകാശ നിരീക്ഷണത്തിന് സഹായകരമാണ്. നെക്സ്റ്റ്, ചൂസ് എ ഡാർക്ക് ഓപ്പൺ സ്പേസ് വെർ ഹൊറിസോൺ ഈസ് വിസിബിൾ ഫോർ ഒബ്സർവേഷൻ. വെളിച്ചമില്ലാത്ത ചക്രവാളം വരെ കാണുന്ന തുറസായ പ്രദേശമാകണം നിരീക്ഷണത്തിന് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഇതിലേതായിരിക്കും മക്കളെ കറക്റ്റ് ആൻസർ? യൂസ് എ സ്റ്റാർ മാപ്പ്, ചൂസ് എ ഡാർക്ക് ഓപ്പൺ സ്പേസ് വെർ ഹൊറിസോൺ ഈസ് വിസിബിൾ ഫോർ ഒബ്സർവേഷൻ. നമ്മൾ ലേബറിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസർ നോക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.